പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 25-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു. നിങ്ങളുടെ മേളിൽ പകരപ്പെടുന്ന അഭിഷേകം പുതിയ അവസരങ്ങളെ സൃഷ്ടിക്കും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഇശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുവന്ന് കൊടുക്കുക. 18-ാമത്തെ വാക്യം. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക, നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യം വാങ്ങി വരിക. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ദൈവാത്മാവിൽ നിറഞ്ഞ് ചിന്തിക്കുന്നു. നമ്മുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകം പുതിയ അവസരങ്ങളെ സൃഷ്ടിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം ഈ വർഷം ചിന്തിക്കുന്നു ഉയർന്ന തലത്തിൽ അഭിഷേകമാണ്. അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉന്നതമായ വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ. ഇതാ വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, ദാവീദിന് ഒരു അവസരം ലഭിക്കുകയാണ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ആഹാരം കൊണ്ടുപോകുവാനായിട്ട്. ഹല്ലേലൂയ. ദാവീദ് ആരാന്ന് ചോദിച്ചാൽ, ദാവീദ് ഒരു ഇടയ ചെറുക്കനാണ്. ഹല്ലേലൂയ. അപ്പന്റെ ഇളയ മകൻ. അവന് അപ്പന്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു അതുവരെയുള്ള ജോലി. എന്നാൽ ആ സമയത്ത് ഇസ്രായേൽ മക്കൾ വലിയ വെല്ലുവിളികളിലാണ് നിൽക്കുന്നത്. ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്ന അനുഭവത്തിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ദാവീദിനെ ഇശായി അയക്കുകയാണ് അവരുടെ ആഹാരവുമായിട്ട് കൊണ്ടു ചെല്ലുന്ന സമയത്ത് കഴിഞ്ഞ 39 ദിവസങ്ങൾ ഇസ്രായേൽ മക്കളെ പേടിപ്പിക്കുകയും വിറപ്പിക്കുകയും ചെയ്യുന്ന ഗോലിയാത്തിന്റെ വെല്ലുവിളി ശബ്ദം ദാവീദിന്റെ ചെവിയിൽ കേൾക്കുകയാണ്. ആ കേൾക്കുന്ന അനുഭവത്തിലേക്ക് വരാം. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ഇസ്രായേലിയർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിക്കുവാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ അവസരം അല്ലെങ്കിൽ വഴിത്തിരിവ് ഉണ്ടാകുകയാണ്. സഹോദരന്മാരുടെ ആഹാരവുമായി വന്ന ദാവീദ് ഗോലിയാത്തിന്റെ വെല്ലുവിളി കേൾക്കുന്നു. അവനെ കൊല്ലുന്നവനുണ്ടാകുന്ന പ്രതിഫലം കേൾക്കുകയാണ്. ഹല്ലേലൂയ. അവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും രാജാവിന്റെ മകളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളത് ദാവീദിന്റെ ചെവിയിൽ കേൾക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പകരപ്പെടുന്ന അഭിഷേകം പുതിയ അവസരങ്ങൾ ഒരുക്കാൻ പോവുകയാണ്. നിങ്ങൾ ജോലിയില്ലാത്തയാളാണോ എന്നെ ശ്രദ്ധിക്കുന്നത്? അറിയാം, കടഭാരത്തിൽ രോഗത്തിന്റെ അനുഭവത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വലിയ അവസരങ്ങളെ ഉളവാക്കാൻ പോവുകയാണ്. വലിയ അവസരങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടെ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാക്കണം. ഹല്ലേലൂയ. ഇതാ 39 ദിവസം ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ദാവീദ് തൻ്റെ കയ്യിലിരിക്കുന്ന കല്ലുകൊണ്ട് വീഴ്ത്തുകയാണ്. വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നുപോയ ഇന്നലകളുടെ പ്രതികൂലങ്ങൾ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ അവസരങ്ങളായി തീരുകയാണ്. ദാവീദ് ഒരു ഇടയച്ചെറുക്കനാണ്. ദാവീദിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസത്തിൽ പോലും ദാവീദിനെ കാട്ടിൽ നിന്ന് വിളിക്കുവാനായിട്ട് അപ്പനോ തൻ്റെ സഹോദരന്മാരോ ആഗ്രഹിച്ചിരുന്നില്ല. ദാവീദിന്റെ വീട്ടിൽ ശമൂവേൽ പ്രവാചകൻ വന്ന് മൂത്ത 7 മക്കളെയും നിർത്തി അഭിഷേകത്തിന് വേണ്ടി ഇവരെ തിരഞ്ഞെടുത്തു എന്ന് അപ്പനായി ഇശായി ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല.
സാധിക്കില്ല. നിങ്ങളൊന്ന് ആ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പനോ സഹോദരന്മാരോ ആ സമയത്ത് പോലും ദാവീദിനെ ഒഴിവാക്കിയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്നലകളിൽ നിങ്ങൾ ഒഴിവാക്കപ്പെട്ട മേഖലകളിൽ, ഇന്നലകളിൽ നിങ്ങൾ തള്ളപ്പെട്ട മേഖലകളിൽ എൻ്റെ ദൈവം അഭിഷേകത്തിൽ നിങ്ങൾക്ക് പുത്തൻ അവസരങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. നിങ്ങളെ കൂടാതെ ഇനി ആ പട്ടണത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളെ കൂടാതെ ആ ഭവനത്തിൽ ഇനിയൊന്നും നടക്കത്തില്ല. കാരണം നിങ്ങളുടെ വെളിയിൽ വെളിപ്പെടുന്ന അഭിഷേകം പുതിയ അവസരങ്ങൾ ഉളവാക്കുന്നതാണ്. ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ 1 or 2 ഭാഗങ്ങൾ കൂടെ ഞാൻ പ്രഭാത സന്ദേശമായി തുടർമാനമായി നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കും. അതിനെ നിങ്ങൾ കണ്ടിന്യൂ ആയി സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആത്മാവിൽ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. ദാനിയേലിനെ സിംഹക്കുഴി വരെ ചെല്ലുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുന്നുണ്ടെങ്കിൽ ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് ലോകം ഇതുവരെയും കാണാത്തൊരു വലിയ അവസരം ദൈവം ഒരുക്കുകയാണ്. അറിയാം, രാജാവിനെ പോലും ദൈവത്തിന്റെ ആ വലിയ കരം കാണിക്കുവാനായിട്ട്, ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നവനാണെന്ന് തെളിയിക്കേണ്ടതിനായിട്ട് ഇതാ ദാനിയേലിന്റെ മുമ്പിൽ ഒരു വലിയ അവസരം ഒരുക്കുകയാണ്. നിങ്ങൾ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന മുഴുവൻ പ്രതികൂലങ്ങളും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ച മുഴുവൻ പ്രതിസന്ധികളും, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തത് വലിയ അവസരങ്ങളായി തീരാൻ പോകുന്നു. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് പുതിയ അവസരങ്ങൾ ഉളവായി വരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് പുതിയ വാതിലുകൾ തുറക്കട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്താൽ ഇവർ മാനിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കൂടുതൽ വിവരങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.